മോനെ എന്താ അച്ഛാ? ദേ ഇവിടെ ഏതോ കഥയിന്റെ സാക്ഷായോ മറ്റാന്ന് തോന്നുന്നു. ഇളകി കിടന്ന് വിളിക്കുന്നു. നിന്റെ വീട്ടിൽ ഞങ്ങളുടെ വീടിന്റെ വാടക കരാറിന്റെ കോപ്പിയുണ്ട്. നീ അത് അവിടെ ഒന്ന് അന്വേഷിക്കണം. കിട്ടുകയാണെങ്കിൽ ഉടൻ അറിയിക്കണം. ഓ, ഇനി 22 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ സുധാമണി ഈ കോളനിയിൽ നിന്ന് പടിയിറങ്ങും. അതോടെ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ഓ, അന്നേ എന്റെ ഈ വയറിന്റെ സ്തംഭന അവസ്ഥ ശരിയാകത്തുള്ളു. അതിനൊപ്പം പാവ സുധാമണിക്കാണോ കുറ്റം? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ മനുഷ്യ? പാവം? ആരാടി പാവം? ആ വൃത്തികെട്ടവൾ ഒരുത്തി കാരണമാ ആ പാരട്ട കിളവി ഇത്രേ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ കരണത്തടിച്ചത്. നിനക്കൊന്നും അത് കണ്ടാലേ യാതൊരു സങ്കടവും ഉണ്ടാവത്തില്ല. അതെനിക്കറിയാം. എങ്ങനെ ഉണ്ടാവാന്? ചോറിങ്ങും കൂറങ്ങുമല്ലേ. ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. എന്നോട് ചെയ്തതിന്റെ ഫലം അവൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. കർമ്മഫലം എന്നൊന്നുണ്ടല്ലോ. ശരിയാ, കർമ്മഫലം എന്നൊന്നുണ്ട്. അതുകൊണ്ടാ ഈ സൂക്കേട് ഒരു കാലത്ത് നിങ്ങളെ വിട്ടു പോവാത്തത്. ഈ എഗ്രിമെന്റ് കോപ്പി കിട്ടിയ അതുകൊണ്ട് പാവ സുധാന്റെ പ്രശ്നങ്ങൾ സോൾവ് ആവുമെങ്കിൽ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാവും. എന്താ നാടി നത്തെ നീ ഈ ഫോണിൽ നോക്കിയെന്ന് സ്വപ്നം കാണുന്നത്? പാതി വിടർന്ന ഒരു പനിനീർപ്പൂ പോലെയുണ്ട് എന്റെ മുത്തിന്റെ മുഖം. ഒന്ന് പോ ചേച്ചി. സത്യം ഞാൻ പറഞ്ഞേ, മുഖത്ത് കാണുന്ന ഈ പ്രകാശം വെറുതെ ഉണ്ടാവുന്നതല്ല കേട്ടാ. നമ്മള് കാത്തിരിക്കുന്നവര് നമ്മളെ തേടിയെത്തുന്നു എന്നറിയുമ്പോ സ്വാഭാവികമായി മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം മുഖത്തേക്ക് പടരുന്നതാ. ഇതുപോലെ 2 വർഷത്തെ കാത്തിരിപ്പല്ലേ തുതേച്ചി. പ്രവീൺ പോകുമ്പോ 2 വർഷം എങ്ങനെ കാത്തിരിക്കുമെന്ന് ആലോചിച്ച് വല്ലാത്ത പേടിയായിരുന്നു എനിക്ക്. കണ്ണടച്ച് തുറക്കും മുൻപേ ആ സമയം പോയതുപോലെ. ഒരുപാട് രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞിട്ടുണ്ട് ചേച്ചി. ഇനി ഈ കണ്ണീരൊന്നും വേണ്ട. ഓൻ അടുത്തുള്ളപ്പോ എപ്പോ നീ സന്തോഷായിട്ടിരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോ മനസ്സിന് സങ്കടം വന്നാലും അപ്പൊ ചേച്ചി എന്റെ മനസ്സിലേക്ക് ഓടി വരും. യു ആർ മൈ ഇൻസ്പിറേഷൻ. എത്ര വർഷമായി ചേച്ചിയുടെ ഈ ഒറ്റാൾ പോരാട്ടം തുടങ്ങിയിട്ട്? ഈ 2 വർഷം എനിക്ക് പ്രവീണേട്ടന്റെ സാമീപ്യം ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. ഏട്ടന്റെ സ്നേഹവും ശബ്ദവും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ഒരാൺതുണയില്ലാതെ ചേച്ചി ജീവിച്ചു തീർത്ത വർഷങ്ങളുടെ കണക്കെടുത്താ എന്റെ വിഷമമൊന്നും ഒരു വിഷമമേ അല്ല. എവിടെ നിന്ന് കിട്ടുന്നു ചേച്ചി ഈ ധൈര്യം? നമ്മളെ ധൈര്യശാലികളാക്കുന്നത് നമ്മളെ ജീവിത സാഹചര്യങ്ങളല്ലേ മോളെ? ചേച്ചി എപ്പോഴെങ്കിലും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാറുണ്ടാവില്ലേ? മിസ് ചെയ്യാറില്ലേ പുള്ളിയെ? ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഓർമ്മിക്കലുണ്ട്. കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാല് എല്ലാ നിമിഷവും ഓർമ്മിക്കലുണ്ട്. പക്ഷെ എന്റെ ജീവിതം ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് നീ പറഞ്ഞത് ഒന്ന് മാറ്റിപ്പിടിക്കണം. സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു ജീവിതമായിരുന്നില്ല മഞ്ജു എന്റേത്. ഗണേശൻ, അൻസാരി വക്കീല്, എന്റെ ബാലു, സാഗർ, ഇവരെല്ലാം ഇല്ല എന്റെ കൂടെ. ആ പിന്നെ ഇപ്പൊ വിശ്വനാഥൻ സാറ്, എന്റെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ പുരുഷോത്തമൻ സാറ്, ഇവരെല്ലാം എന്റെ ജീവിതത്തില് താങ്ങും തണലുമായിട്ട് നിൽക്കൂല്ലേ? പുരുഷന്മാര് ഭർത്താവിന്റെ റോളിൽ നിന്ന് തന്നെ സഹായിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ഒരച്ഛനായിട്ടോ മകനായിട്ടോ സുഹൃത്തായിട്ടോ ഗുരുവായിട്ടോ നമ്മളെ സഹായിക്കാനും നേർവഴിക്ക് നടത്താനും പുരുഷന് പറ്റൂലേ? പറ്റുമെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ തെളിയിച്ചു തന്നവരാ ഇവരെല്ലാം. ആ പെണ്ണെ, നമുക്കെന്തെങ്കിലും പഠിക്കണ്ടേ? അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. അതൊഴിച്ച് ബാക്കിയെല്ലാം നടന്നു. അയ്യോ, അത് ഞാൻ മറന്നുപോയി. വാ ഇരിക്ക്. ഇന്ന് നമുക്ക് 2ാമത്തെ ചാപ്റ്റർ നോക്കാം. 1ാമത്തെ
ആദ്യത്തെ ചാപ്റ്ററിൽ ഇന്നലെ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരിക്കൽ കേട്ടാ ഞാൻ മറക്കൂലല്ലോ. 4-5 പീരീഡുകൾ കൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ച് തീർക്കുന്ന കാര്യങ്ങളാ ഞാൻ ഈ 1.5 മണിക്കൂർ കൊണ്ട് ചേച്ചിയുടെ തലയിൽ കുത്തിക്കേറ്റാൻ നോക്കുന്ന. ഇത് വല്ലതും വർക്കൗട്ട് ആവോ? ഞാനൊരു ചിന്ന ഐഡിയ പറയാം. എന്താ? അതായത് ഉത്തമ, ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഹീറോ ആവാൻ പറ്റുമോ? ഇല്ല, അതെന്റെ ലാലേട്ടന് മാത്രമേ പറ്റൂ. ആ ആശയം വെച്ച് ഞാൻ കാറ്ററിംഗ് ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാ, ഞാൻ എന്റെ മെനുവില് എപ്പോ ഒരു ഹീറോ ഡിഷ് വെക്കും. അതിന്റെ രുചിയില് ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ സൈഡ് കൂടി അങ്ങ് പോവും. ഹലോ, ഇത് സയൻസാ, ഹോം സയൻസ് അല്ല. ആ അല്ലേ, എനിക്കറിയാം. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ലേ? ഒരു പൊട്ടിക്കാളി, ഇത് 100 മാർക്കിന്റെ പരീക്ഷയല്ലേ? പഠിക്കാൻ 3 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്ററിന് 33 മാർക്കിന്റെ ചോദ്യങ്ങളാ വരിക. ആ ഒരു ചാപ്റ്റർ ആണ് പരീക്ഷയിൽ നമ്മളെ ഹീറോ. അത് ഫുള്ളായിട്ട് പഠിച്ചു വെച്ചാ ആ 33 മാർക്ക് നമുക്ക് കിട്ടുമല്ലോ. ജയിക്കാൻ 40 മാർക്ക് വേണം. ഒരു 8-10 മാർക്ക് ബാക്കിയുള്ള 2 ചാപ്റ്ററിൽ നിന്നും എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്കണം. അത്രേ ഉള്ളൂ കാര്യം. ആഹാ, അത് സൂപ്പർ ഐഡിയ ആണല്ലോ. കുറച്ച് പഠിക്കുക, അത് മനസ്സിരുത്തി പഠിക്കുക. ഗുഡ്. അപ്പൊ നമുക്ക് 1ാമത്തെ ചാപ്റ്റർ തന്നെ വീണ്ടും പഠിക്കാം. അതാണ്. ഓക്കെ. ഓ, പ്രോജക്റ്റ് പഠിക്കുകയായിരിക്കും സുക്കർബർഗ്. നല്ല വടിവത്ത ഫോണ്ടിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രൊജക്ട് പേപ്പറുകൾ കണ്ടിട്ടോ, നിന്റെ പ്രസന്റേഷൻ മെത്തേഡ് കണ്ടിട്ടോ ഒന്നും നിനക്ക് ഈ പ്രോജക്റ്റ് കിട്ടാൻ പോകുന്നില്ല. പ്രസന്റേഷൻ സ്കോർ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് മണ്ണ് അറിഞ്ഞ് കൃഷി ചെയ്യാനുള്ള കർഷകന്റെ കൗശലമാണ്. വേണ്ടുന്ന വളവും ചെയ്യണം. ശേ, ഞാൻ എന്ത് മണ്ടനാ. കൃഷിയുടെ കാര്യം പാചകക്കാരിയുടെ മോനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പൊ നീ കാണിക്കുന്നതേ നിന്റെ ഉള്ളിലെ കോപമല്ല, നിരാശയാ. നല്ല കനം വെച്ച നിരാശ, ഫ്രസ്ട്രേഷൻ. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയ നിനക്ക് എങ്ങനെ പ്രോജക്റ്റ് നേടിയെടുക്കാൻ പറ്റും? ദേ, ഈ പ്രോജക്റ്റും നിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. പകരം ദേ ഈ കയ്യിൽ ഭദ്രമായിട്ട് വന്നു ചേരും. നിനക്ക് ചലഞ്ച് ചെയ്യാമെങ്കിൽ ചലഞ്ച് ചെയ്യും. എടാ, കാശുള്ള വീട്ടിലെ പെമ്പിള്ളാരെ കണ്ണും കൈയും കാട്ടി വളയ്ക്കുന്നത് പോലെ എളുപ്പമുള്ള പരിപാടി അല്ലിത്. അവന്റെ ഒരു പ്രോജക്റ്റ്. എന്താ ബാലു, എന്താ ഇങ്ങനെ? അയാളിങ്ങോട്ട് വന്നപ്പോഴേ അറിയായിരുന്നു ബാലുവിന്റെ മനസ്സ് കുത്തി നോവിക്കാനുള്ള വരവാണെന്ന്. അയാളൊരു സാഡിസ്റ്റാ. അതൊക്കെ കേട്ട് നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയാലോ? ജസ്റ്റ് ലീവ് ഇറ്റ്. ഫ്രസ്ട്രേഷൻ, നിരാശ, അയാൾ നീയും എന്നെ വിശേഷിപ്പിച്ചത് ആ വാക്കുകൊണ്ടാ. ശരിയാ, ഞാൻ ഫ്രസ്ട്രേറ്റഡാ. കല്യാണം ഉറപ്പിച്ച സമയത്ത് ഉള്ള കിടപ്പാടം കൂടി നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ ഫ്രസ്ട്രേഷൻ. ബാലു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല അപ്പു. എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. നീ അത് വിട്ടേക്ക്. ബാലു, വീട് ഒഴിഞ്ഞു കൊടുക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ എന്തെങ്കിലും മാർഗങ്ങൾ തെളിഞ്ഞു വരും. അമ്മ എന്തെങ്കിലും വഴി കണ്ടെത്തുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ബാക്കപ്പ് പ്ലാൻ കണ്ടെത്തി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല അപ്പു. അതിനെന്താ ബാലു, ഞാനില്ലേ കൂടെ. നമുക്ക് നാളെ തന്നെ വീടന്വേഷണം തുടങ്ങാം. എല്ലാം ശരിയാവും. ഇക്കാര്യത്തില് സുധാമണി ഇത്രയ്ക്ക് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഈ അവസ്ഥയില് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമല്ലേ ഇത്? യാമിനിക്ക് ഇനിയും സുധാമണി ശരിക്കും മനസ്സിലായിട്ടില്ല. അഭിമാനിയായൊരു സ്ത്രീയാ സുധാമണി.
മറ്റുള്ളവരെ ഒട്ടും വേദനിപ്പിക്കാതെ സംസാരിക്കുവാനും അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാനും സുധാമണിക്ക് നന്നായിട്ട് അറിയാം. അതിന് നമ്മളെ ഇപ്പൊ അവര് അന്യരായിട്ട് കാണേണ്ടതില്ലല്ലോ. അധികം താമസിക്കാതെ നമ്മുടെ മകള് അവരുടെ മരുമകളാവേണ്ടതല്ലേ? ഓരോ ബന്ധങ്ങളോടും കൃത്യമായ അകലം പാലിക്കുവാനും ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള ബുദ്ധി സുധാമണിക്കുണ്ട്. സ്വന്തം പ്രയത്നം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ജീവിതത്തെ ജയിച്ചൊരു സ്ത്രീയെ നമ്മളിങ്ങനെ നിസ്സാരമായി വിലയിരുത്തരുത്. മഹേഷ് പറഞ്ഞത് ശരിയാ. സുധാമണിയെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഒരു റെന്റഡ് ഫ്ലാറ്റ് എടുക്കുന്നതിനെ കുറിച്ചാ നമ്മളിപ്പോ അവരെ അഡ്വൈസ് ചെയ്യേണ്ടത്. ഡാഡി പറഞ്ഞ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സംസാരിച്ചതാ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാനും ബാലും കൂടി 1-2 ഫ്ലാറ്റുകൾ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 1-2 ബ്രോക്കർമാരെ കാര്യങ്ങൾ നോക്കാനായി പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ നീ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങി. ഉത്തരവാദിത്തം അല്ല മമ്മി, എന്റെ കടമ. ഈ സമയത്ത് ഞാൻ ബാലുവിനും ആ കുടുംബത്തിനൊപ്പം നിന്നില്ലെങ്കിൽ അത് ഞാൻ എന്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. യു ആർ റൈറ്റ് മോളെ. ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ക്ഷമയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ പപ്പ, എനിക്ക് സമയായി. ബൈ മമ്മി. ഇപ്പൊ നിനക്ക് നിന്റെ മകളെ കുറിച്ച് എന്ത് തോന്നുന്നു? ഭർത്താവാകാൻ പോകുന്ന ആളിന്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ഏറ്റെടുത്ത് ശീലിക്കട്ടെ. ആഫ്റ്റർ ഓൾ ഷീസ് യുവർ ബ്ലഡ്. അവൾക്ക് ഇതിലൊന്നും സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ബാലു നിക്ക്. ബാലൊന്നും പറഞ്ഞില്ല. എന്ത് പറയാൻ? ഈ റെന്റിന് നമുക്ക് ഈ ഫ്ലാറ്റ് വേണ്ട അപ്പു. ഈ ഒരു ഫ്ലാറ്റിന് 40,000 രൂപ വലിയൊരു വാടകയല്ല ബാലു. അതെ, അപ്പൂന് 40,000 രൂപ വലിയൊരു വാടകയൊന്നും ആയിരിക്കില്ല. പക്ഷെ എനിക്കത് അഫോർഡ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. എന്താ ബാലു ഇങ്ങനെ? നമ്മൾ തമ്മിൽ നീ ഞാനൊന്നൊക്കെ ഉണ്ടോ? അപ്പു ഇത്രയും വാടക കൊടുത്ത് ഒരു ഫ്ലാറ്റ്, അത് ശരിയാകില്ലെന്നാ ഞാൻ പറഞ്ഞത്. സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ ഞാനും ഷെയർ ചെയ്യാലോ. വേണ്ട, എന്റെ കയ്യിൽ വേണ്ടത്ര സാമ്പത്തികമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിന് ചില ഡയമെൻഷൻസ് ഉണ്ട്. എന്താ ഇത് നിനക്ക്? എന്താ പറ്റിയേ? ഈ കാര്യത്തിൽ വേറെ എന്ത് ഡയമെൻഷൻസാ ഉള്ളത്? ഈ ഫ്ലാറ്റ് തന്നെ എടുക്കണമെന്നുള്ള നിർബന്ധം നിനക്കാണോ അതോ നിന്റെ മമ്മിക്കും ഡാഡിക്കും നിന്റെ സന്ദീപങ്ങളിലാണോ? അവർക്ക് നമ്മൾ ഇങ്ങനൊരു ഫ്ലാറ്റിലേക്ക് മാറണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്ന് വെച്ച് അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. മക്കള് നല്ല രീതിയിൽ ജീവിക്കണമെന്നേ ഏത് പാരന്റ്സും ആഗ്രഹിക്കൂ. അപ്പോ എന്റെ അമ്മയും സാഗറും മീനും ഒക്കെയോ? നമ്മൾ നോക്കിയ 2 BHK ഫ്ലാറ്റിനുള്ളിൽ അവരെയൊക്കെ പരിഗണിക്കാനാവില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലോ. സാമ്പത്തികത്തിനേക്കാൾ ഉപരി എന്റെ അമ്മയുടെയും അനിയന്റെയും അനിയത്തിയുടെയൊക്കെ കാര്യത്തില് ഞാൻ കൺസേൺഡ് ആണ് അപർണ. ആ ചിന്ത നിനക്കില്ലാത്തതാ എന്റെ ഇപ്പോഴത്തെ വിഷമം. ഞാനും എന്റെ വീട്ടുകാരും ഇത്രത്തോളം ചിന്തിച്ചിട്ടൊന്നുമല്ല ഈ ഫ്ലാറ്റിന്റെ വിഷയത്തിലേക്ക് വന്നത്. പക്ഷെ ഫലത്തിൽ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ കുടുംബം വിട്ട് ഒരു പേഴ്സണൽ ലൈഫ് ഒരിക്കലും എന്റെ ഒരു സ്വപ്നമല്ല. മുമ്പും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും പ്രശ്നം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ ബാലു ഈ ഫ്ലാറ്റ് നോക്കാൻ എന്റെ കൂടെ വന്നേ? ചില കാര്യങ്ങളിൽ എത്ര വിയോജിപ്പുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്കത് പരിഗണിക്കേണ്ടതായിട്ട് വരും. നീ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ കൂടെ വന്നു, ശരിയാ. പക്ഷേ ഇപ്പൊ ആലോചിക്കും തോറും എനിക്കത് ഒട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്റെ കുഴപ്പമാണ്. സോറി അപ്പു, വെരി സോറി. ഞാൻ പോവാ. ബാലു ബാലു നിക്ക് നിക്ക് പ്ലീസ്. സോറി സോറി സോറി. ബാലു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ബാലുവിന്റെ ഫാമിലിയെ കുറിച്ച് എനിക്ക് കൺസേൺ ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? പല കാര്യങ്ങളിലും ബാലുവിനേക്കാൾ ഉത്തരവാദിത്വവും കരുതലും ഞാൻ അവരോടൊക്കെ കാണിച്ചിട്ടുണ്ട്. ബാലു, ഇനി നമ്മൾ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചില്ലെങ്കിൽ വേണ്ട. നമ്മുടെ പേരിൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ടൂടെ? എനിക്ക് കിട്ടുന്ന സാലറി മുഴുവൻ ഞാൻ തരാം. ബാലുവിന് പറ്റുന്ന ഒരു പോർഷൻ ബാലു ഇട്ടോ. ഭാവിയിലേക്ക് നമുക്കതൊരു അസറ്റ് ആയിട്ട് മാറും. അതൊന്നും ശരിയാവില്ല.
എനിക്ക് എൻ്റെതായ കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടുകളും ഉണ്ട്. അതിലാരും ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്താ ഇത്? എനിക്ക് നിനക്ക് ബാലു, നിന്റെ മനസ്സിലുള്ള ഈ ഈഗോ എടുത്തു കളഞ്ഞാ തീരും ഇതൊക്കെ. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം നീ മറന്നോ? നിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ എന്റെ കൂടിയല്ലേ. നീ എന്താ അത് ചിന്തിക്കാത്തത്? അതിന് കല്യാണം കഴിഞ്ഞില്ലല്ലോ. ബാലു, നീ നേരത്തെ പറഞ്ഞില്ലേ ഈഗോ എന്ന്? അതെ, ഈഗോ ഉണ്ട് എനിക്ക്. എന്റെ ഉത്തരവാദിത്തങ്ങളും ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മറ്റൊരാളിലേക്ക് ഇറക്കി വെക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു തരം ഈഗോ. അത് സ്വന്തമായി വീടില്ലാത്ത അന്തസ്സുള്ള ഏതൊരാണിനും കാണും. അതൊക്കെ സഹിക്കാമെങ്കിൽ മാത്രം മതി മുന്നോട്ട്. ബാലു, നീ എന്തൊക്കെയാ പറയുന്നേ? ഓട്ടോ ബാലു, ഒറ്റ വീട് കൊള്ളു. ഓട്ടോ 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 ഒന്ന് നിർത്തൂ ചേട്ടാ. കവടിയാർ വിക്ടറി കോച്ചിങ് സെന്റർ വരെ പോണം. ആ കേറിക്കോ. മോളുടെ ഫോണിൽ ഒരുപാട് കോൾ വരുന്നുണ്ടല്ലോ. അത് ട്യൂഷൻ സെന്ററിൽ നിന്നാണ്. One more time. Come on, Meenakshi. Pick up phone. Come on, Meenu. Pick up phone. Pick up. Hi, Meenakshi. നീ പാർട്ടിക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? How dare you? ഞാനൊരു കോപ്രായത്തിനും ഇല്ല. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നേ? ഇനി എന്റെ പുറകെ നടന്ന് ഫോൺ ചെയ്തു എന്നെ ശല്യപ്പെടുത്തിയ ഞാൻ ഉറപ്പായിട്ടും പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യും. ഇത് വെറും ഒരു ഭീഷണിയായിട്ട് കാണണ്ട. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യും. എന്ത് കംപ്ലൈന്റാ പ്രിൻസിക്ക് കൊടുക്കാൻ പോണേ? ഞാൻ നിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തെന്നോ? എന്നിട്ട് അതിന് വരാൻ വേണ്ടി ഫോഴ്സ് ചെയ്തെന്നോ? അങ്ങനെ ഒരു സെല്ലി കംപ്ലൈന്റ് നീ കൊണ്ട് കൊടുത്താ പ്രിൻസ് എന്നെ സ്കൂളിൽ നിന്ന് ടീസി തന്നെ പറഞ്ഞു വിടുമെന്നാണോ നിന്റെ വിചാരം? കഷ്ടം. നിനക്ക് അല്പം കൂടി ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ കരുതി. എന്റെ ഒത്തിരി ഫ്രണ്ട്സ് പാർട്ടിക്ക് വരുന്നുണ്ട്, നീയും വരണം. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല. അതെന്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം. ആരാണ് ആദ്യം ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നും എന്റെ മൊബൈൽ നമ്പർ വാങ്ങിയതെന്നും എന്നെ വിളിച്ചതെന്നും ഒക്കെ. അതുകൊണ്ട് അത് കള. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ബെറ്റ് വെച്ചേക്കുവാ, നീ വന്നേ തീരൂ.